ഹായ് മക്കളെ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എടുത്തു നോക്കുമ്പോൾ അതിൽ ഹാലോജൻസ് പങ്കെടുക്കുന്ന ഒരുപാട് റിയാക്ഷൻസ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും കൺഫ്യൂസർ ആകാറുണ്ട്. ഹാലോജൻ ഏത് സിറ്റുവേഷനിൽ ഏത് റിയാക്ടൻറ്റിൻ്റെ കൂടെ വന്നാൽ ആണ് എന്ത് തരം റിയാക്ഷനാണ് നടക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും കൺഫ്യൂസർ ആകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹാലോജൻസ് പങ്കെടുക്കുന്ന എല്ലാ റിയാക്ഷൻസും കാണാൻ പറ്റും. സോ മെയിൻലി നമുക്ക് ഹാലോജൻസ് പങ്കെടുക്കുന്ന റിയാക്ഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ 3 റിയാക്ഷൻസ് ആണ് ഹാലോജൻസ് പങ്കെടുക്കുന്ന റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. 3 എണ്ണം. 1, 2, 3. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹാലോജനും ഒരു നോൺ പോളാർ സോൾവെന്റും ചേർന്നുള്ള സിറ്റുവേഷനാണ്. നോൺ പോളാർ സോൾവെന്റ് എന്ന് പറയുമ്പോൾ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആകാം, അല്ലെങ്കിൽ കാർബൺ ഡൈ സൾഫൈഡ് ആകാം. ഇവരൊക്കെയാണ് നോൺ പോളാർ സോൾവെന്റുകളിൽ നോർമലി നമ്മൾ കണ്ട് പരിചയമുള്ള ആളുകൾ. ഓക്കെ, രണ്ടാമത്തേത് ഹാലോജനും ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെയാണ് ഹാലോജനും ഒരു പോളാർ പ്രോട്ടിക് സോൾവെന്റും ചേർന്ന് റിയാക്ഷൻ വരാം. ഹാലോജനൊപ്പം ഒരു പോളാർ പ്രോട്ടിക് സോൾവെന്റ് വരാം. പോളാർ പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വളരെ കോമൺ ആയി നമ്മൾ എടുക്കുക വാട്ടർ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ, അല്ലെ, മെത്തനോൾ പോലെയുള്ള ആൽക്കഹോൾ നമ്മൾ എടുക്കാറുണ്ട്. ഈ 2 റിയാക്ഷനുകളും ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ്. ഈ രണ്ടിലും നടക്കുക ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. നോർമലി 2 തരം കോമ്പൗണ്ടുകളിലാണ് ഇലക്ട്രോഫിലിക് അഡീഷൻ നടക്കുക. ഏതിലേക്കാന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളിൽ, അല്ലെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആൽക്കീനുകളിൽ അല്ലെങ്കിൽ ആൽക്കൈനുകളിലാണ് ഇത് നടക്കുക. ഇനി ഇലക്ട്രോഫിലിക് അഡീഷൻ ആകുമ്പോൾ അവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാ, ന്യൂക്ലിയോഫൈൽ ആരാ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു ഹാലോജനെ നോൺ പോളാർ സോൾവെന്റിനൊപ്പമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ, അവിടുത്തെ ഇലക്ട്രോഫൈലും അവിടുത്തെ ന്യൂക്ലിയോഫൈലും ആര് തന്നെയായിരിക്കും? ഹാലോജൻസ് തന്നെയായിരിക്കും. അപ്പൊ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എക്സ് പ്ലസിനെയും എക്സ് മൈനസിനെയുമാണ്. ഇപ്പൊ ക്ലോറിൻ ആണെങ്കിൽ Cl+നെയും Cl-നെയുമാണ്. ഇനി പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിൽ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഹാലോജൻ തന്നെയായിരിക്കും. പക്ഷെ ന്യൂക്ലിയോഫൈൽ ആയിട്ട് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് കയറി വരുന്നത് ഹാലോജൻ ആവില്ല. പകരം നിങ്ങൾ എടുത്ത സോൾവെന്റിലെ നെഗറ്റീവ് പാർട്ട് ആയിരിക്കും. അപ്പൊ സോൾവെന്റിലെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ OH ആകാം, അല്ലെ, വാട്ടർ ആംഗിൾ എടുത്തെങ്കിൽ OH- ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോ മെത്തനോള എടുക്കുന്നെങ്കിൽ ആരായിരിക്കും അവിടുത്തെ നെഗറ്റീവ് പാർട്ട്? CH3CO- ആയിരിക്കും. ഇവരായിരിക്കും നെഗറ്റീവ് പാർട്ടായിട്ട് കയറി വരാൻ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ. അപ്പോൾ ഹാലോജൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. അത് 2 കേസസ് വരാം. ഓരോ കേസിലും അവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാ, ന്യൂക്ലിയോഫൈൽ ആരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കോമ്പൗണ്ടുകളിലാണ് ഇത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയിരിക്കും. ഇനി മക്കളെ രണ്ടാമത്തേത് നോർമലി ഹാലോജനൊപ്പം ഒരു ലൂയിസ് ആസിഡ് കൂടി വരുന്ന റിയാക്ഷൻസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഹാലോജൻ ക്ലോറിനൊപ്പം ഒരു ലൂയിസ് ആസിഡ്, അല്ലെങ്കിൽ ബ്രോമിനൊപ്പം ലൂയിസ് ആസിഡ്, അല്ലെ. ഈ ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ 3 പേരാണ് ലൂയിസ് ആസിഡുകളായിട്ട് നമ്മൾ കാണാറുള്ള NCERT-ൽ. ഒന്ന് എൻഹൈഡ്രസ് AlCl3, അല്ലെ, എൻഹൈഡ്രസ് AlCl3. അതല്ലെങ്കിൽ Fe അല്ലെങ്കിൽ FeBr3. ഇതൊക്കെയാണ് നോർമലി നമുക്ക് കണ്ടു പരിചയമുള്ള ലൂയിസ് ആസിഡുകൾ. അപ്പൊ ഹാലോജനും ഒരു ലൂയിസ് ആസിഡും വന്നാൽ അത് എന്ത് തരം റിയാക്ഷൻ ആണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാ? അവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് X+ ആയിരിക്കും. Cl+O അല്ലെങ്കിൽ Br+O, അല്ലെ, X+ ആയിരിക്കും. ഹാലോണിയം അയോൺ ആയിരിക്കും. റെഡിയാണ്? ഇത് എവിടെയാണ് നോർമലി നടക്കുക? ഉറപ്പായിട്ടും ബെൻസീൻ റിങ്ങിന് മുകളിലാണ് നടക്കുക. എവിടെ നടക്കുക? ബെൻസീൻ റിങ്ങിന് മുകളിലാണ് നടക്കുക. ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ ഒക്കെ ആകുന്ന റിയാക്ഷൻ ആണത്. ദിസ് ഇസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി ഹാലോജൻ പങ്കെടുക്കുന്ന 3ാമത്തെ റിയാക്ഷൻ ആണ്. അവിടെ ഹാലോജനൊപ്പം നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ്. ഒന്നെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാളുടെ പ്രസൻസിൽ ഹാലോജൻ നടത്തുന്ന റിയാക്ഷൻ ആണ്. അവിടെ ഹാലോജൻ എന്തായിട്ടാ മാറുക എന്നറിയാവോ? ഹാലോജൻ ഫ്രീ റാഡിക്കൽ ആയിട്ടാ മാറുക. അതായത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ത് തരം റിയാക്ഷനാ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നോർമലി 2 തരം കോമ്പൗണ്ടുകളിലാണ്
ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കാണാറുള്ളത്, ഒന്ന് ആൽക്കെയിനുകളിൽ, ഓക്കെ, രണ്ട് ആൽക്കൈൽ ബെൻസീനുകളിൽ. ആൽക്കൈൽ ബെൻസീനുകളിൽ അവിടെ ബെൻസീനിലേക്ക് അല്ല കേട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക, സൈഡ് ചെയിനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന രീതിയിൽ ആൽക്കൈൽ ബെൻസീനുകളിലും ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണാറുണ്ട്. അപ്പൊ അതിന്റെ കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഹാലജൻ പങ്കെടുക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ 3ആയി മാറ്റി. ഈ 3 റിയാക്ഷൻസ് ആണ് ഹാലജൻ നോർമലി പങ്കെടുക്കുക. അപ്പൊ ഹാലജന്റെ കൂടെ ആരാണ് ഉള്ളത് എന്നതിനനുസരിച്ചാണ് അത് ഏത് തരം റിയാക്ഷനിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് ആരുടെ മുകളിലാണ് റിയാക്ഷൻ നടത്തേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് എക്സാമ്പിൾസ് ഓരോന്ന് എടുക്കാം അല്ലെ. എക്സാമ്പിൾസ് എടുക്കാം മക്കളെ. ആദ്യത്തെ കാറ്റഗറിക്കുള്ള എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം. അതായത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇലക്ട്രോഫിലിക് അഡീഷനുള്ള എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന റിയാക്ഷൻ നോക്കിക്കോ. CH3, ഓക്കെ, CH ഡബിൾ ബോണ്ട് CH2, ഓക്കേടാ മക്കളെ. എനിക്കിവനെ ക്ലോറിൻ ആൻഡ് കാർബൺ ടെട്രാ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ എനിക്കിവനെ ക്ലോറിൻ ആൻഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കാം. എന്തായിരിക്കും വ്യത്യാസം? എന്തായാലും മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചാണ് റിയാക്ഷൻ നടക്കുക അല്ലെ. ഇവിടെയും മാർക്കോണിക്കോഫ് റൂൾ ആണ്, ഇവിടെയും മാർക്കോണിക്കോഫ് റൂൾ ആണ്. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ X+ ആണ്, ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ X- ആണ്. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ X+ എന്ന് പറയുമ്പോൾ Cl+ അല്ലേ? അതെ. അപ്പൊ മക്കളെ ഇവിടുത്തെ ഇലക്ട്രോഫൈൽ Cl+ ആണ്, ന്യൂക്ലിയോഫൈൽ Cl- ആണ്. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ Cl+ ആണ്, പക്ഷെ ന്യൂക്ലിയോഫൈൽ ആരാണ്? OH- ആണ്. അപ്പൊ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് ആരൊക്കെ എങ്ങോട്ടൊക്കെ ആഡഡ് ആകണം? പോസിറ്റീവ് പാർട്ട് ഇങ്ങോട്ട് ആൻഡ് നെഗറ്റീവ് പാർട്ട് ഇങ്ങോട്ട്. റെഡി അല്ലേടാ മക്കളെ? ഇലക്ട്രോഫൈൽ ഇങ്ങോട്ട്, ന്യൂക്ലിയോഫൈൽ ഇങ്ങോട്ട്, അങ്ങനെയല്ലേ മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത്? അപ്പൊ ഇവിടെ എന്റെ മക്കൾക്ക് എന്താ കിട്ടുക? CH3, CHCl, CH2Cl. Am I right, my dears? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ എവിടാ മക്കളെ? CH3, CHOH. കണ്ടോ? ആ Cl- അറ്റാച്ച് ചെയ്യേണ്ടിടത്ത് OH ആണ് കയറി അറ്റാച്ച് ചെയ്തത്. ഇത് ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. അപ്പോൾ ഹാലജൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ എടുക്കണ്ടേ? രണ്ടാമത്തെ എടുക്കാം. രണ്ടാമത്തെ എന്തായിരുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. ബെൻസീനിലേക്കാണ് നമ്മൾ ബെൻസീൻ എടുക്കുന്നു. ബെൻസീൻ. ഈ റിയാക്ഷൻ വളരെയധികം കെയർഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം കെയർഫുൾ ആയിരിക്കണേ. കാരണം എനിക്ക് ഇവിടെ 3 കേസസ് പറയാൻ പറ്റും മക്കളെ. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ക്ലോറിൻ ആൻഡ് anhydrous AlCl3. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എക്സസ് ക്ലോറിൻ ആൻഡ് anhydrous AlCl3. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ക്ലോറിൻ. അപ്പൊ നമ്മൾ ആരെ കൊടുക്കും? 3 moles ഓഫ് ക്ലോറിൻ ആൻഡ് UV ലൈറ്റ്. മക്കളെ ആദ്യത്തെ 2 കേസിലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. അപ്പൊ ആദ്യത്തെ കേസിൽ ഒരു ക്ലോറിൻ കയറി വരും അല്ലെ. ഇലക്ട്രോഫൈൽ ആയിട്ട് ഒരു ക്ലോറിൻ കയറി വരും, ക്ലോറോബെൻസിൻ കിട്ടും. രണ്ടാമത്തെ കേസിൽ ബെൻസീന്റെ 6 കോർണറുകളിലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് 6 കോർണറുകളിലേക്കും ക്ലോറിനുകൾ കയറി വരും. സോ ഇവന്റെ പേരാണ് ഹെക്സാ ക്ലോറോ ബെൻസീൻ അല്ലെ. ഈ നടന്ന 2 റിയാക്ഷനുകളും നിങ്ങൾ പറയുന്നത് പോലെ എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരുന്നു മക്കളെ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരുന്നു കേട്ടോ. ഇത് രണ്ടും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷേ കാണുമ്പോൾ ഇതും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആവുമെന്ന് തോന്നുമെങ്കിലും ഇത് ബെൻസീൻ നടത്തുന്ന ഇതിന് സിമിലർ ആയ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടുക? അവിടെ ബെൻസീനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല നടക്കുക, പകരം ബെൻസീനിലേക്ക് 6 കാർബണിലേക്കും ക്ലോറിൻ അഡീഷൻ ആണ് നടക്കുക. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ ഡബിൾ ബോണ്ടുകൾ ഡിസപ്പിയർ ചെയ്യും, എന്നാൽ 6 കോർണറിലേക്കും ക്ലോറിൻ ആഡഡ് ആകും. സോ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഇത് ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ റിയാക്ഷൻ മാറി, പ്രൊഡക്റ്റ് മാറി. ഈ പ്രൊഡക്റ്റിന്റെ പേര് നിങ്ങൾക്ക് അറിയാവല്ലോ, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, BHC. അപ്പൊ വ്യത്യാസം നോക്കണം കേട്ടോ, വ്യത്യാസം നോക്കണേ. റെഡി? അതും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കേടാ മക്കളെ. ഇനി ഏറ്റവും അവസാനത്തെ എന്ന് പറയുമ്പോൾ ഏതാ? മൂന്നാമത്തെ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ റിയാക്ഷൻ ഏതാ? ഹാലജൻ പങ്കെടുക്കുന്ന ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ആൽക്കെയിൻ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. CH3 അല്ലെ. അവിടെ ആരാ പങ്കെടുക്കുക? ക്ലോറിൻ ആൻഡ് സൺലൈറ്റ്. സൺലൈറ്റ് തന്നെ ആവണമെന്നില്ല, ഹീറ്റ് ആയാലും ഓക്കെയാണ് കേട്ടോ. ഓക്കെ, എന്താ നടക്കുക മക്കളെ? ഏതെങ്കിലും ഒരു കാർബണിൽ നിന്ന് H ഫ്രീ റാഡിക്കൽ ഇറങ്ങിപ്പോകും, പകരം ഹാലജൻ ഫ്രീ റാഡിക്കൽ കയറി വരും ആൻഡ് ബിക്കംസ് CH3CH2Cl അല്ലെ. ഹാലോ ആൽക്കെയിൻ ആയി മാറും. ഇനിയിപ്പോ നിങ്ങളൊരു
ആൽക്കൈൽ ബെൻസീൻ ആണ് എടുക്കുന്നതെങ്കിൽ ആൽക്കൈൽ ബെൻസീനിലും ഈ റിയാക്ഷൻ നടക്കുന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ ക്ലോറിനും സൺലൈറ്റും ആണെങ്കിൽ എന്താ നടക്കുക? ഇതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ സൈഡ് ചെയിനിലേക്ക് എന്ത് നടക്കും? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. എന്നത് CH2Cl ആയി മാറും. ക്ലിയർ ആണല്ലോ? സോ മക്കളെ, ഹാലജൻ പങ്കെടുക്കുന്ന എല്ലാ റിയാക്ഷൻസും അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതെപ്പോഴും ഓർത്ത് വെക്കുക. ഹാലജൻ പങ്കെടുക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോഫിലിക് അഡീഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓരോന്നിലും ഹാലോജൻ അവന്റെ കൂടെ ആരാണ് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹാലജനും സോൾവെന്റ്, നോൺ പോളാർ സോൾവെന്റോ പോളാർ പൊട്ടിക് സോൾവെന്റോ ആണെങ്കിൽ ഇലക്ട്രോഫിലിക് അഡീഷൻ ആയിരിക്കും. ലൂയിസ് ആസിഡ് ആണെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സൺലൈറ്റോ ഹീറ്റോ ആണെങ്കിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു റിയാക്ഷൻ ബെൻസീനും ക്ലോറിനും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഫ്രീ റാഡിക്കൽ അഡീഷൻ ആണ്. അതിന് നമ്മൾ എടുത്തത് ക്ലോറിനും UV ലൈറ്റുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ക്ലോറിനും UV ലൈറ്റുമാണ്. ആൻഡ് ദിസ് ഇസ് വെരി സ്പെഷ്യൽ, വെരി ഇമ്പോർട്ടൻ്റ് ആൾസോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതികൾ. സോ മക്കളെ, അടിപൊളിയാവട്ടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ്. ഓൾ ദി ബെസ്റ്റ്.